സദാ ലോകപോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത് തന്നെ. യമനിലെ ഹൂതി സായുധ സംഘത്തിന്റെ ആക്രമണത്തിനെതിരെ എന്തൊക്കെ ബദൽ ആക്രമണങ്ങൾ ചിട്ടപ്പെടുത്താം എന്ന രഹസ്യ സൈനിക പദ്ധതിയാണ് ചോർന്നിരിക്കുന്നത്. സൈനിക പദ്ധതികളെ പറ്റിയുള്ള നിർണായക ചർച്ചാ വിവരങ്ങൾ ചോർന്ന് അറ്റ്ലാന്റിക് എന്ന മാസികയിൽ അച്ചടിച്ചു വരികയും ചെയ്തു. ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളടക്കം ഗുരുതരമായ സുരക്ഷാ ലംഘനത്തിൽപ്പെട്ടിരിക്കുന്നു. അതിസുരക്ഷാ മേഖലയായ അമേരിക്കയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിനും മുതിർന്ന മന്ത്രിമാർക്കും ഇത്തരമൊരു അബദ്ധം പറ്റിയതിൽ അമേരിക്ക ഞെട്ടിയിരിക്കുകയാണ്. സിഗ്നൽ എന്ന വാണിജ്യ ചാറ്റപ്പിലൂടെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ സുപ്രധാന വിവരങ്ങൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന് ലഭിക്കുകയായിരുന്നു. ട്രംപ് അടക്കം മന്ത്രിമാർ ഈ സിഗ്നൽ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ഹൗതി PC സ്മാൾ ഗ്രൂപ്പ് എന്ന സിഗ്നൽ ചാറ്റിൽ ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, പിന്നെ മുതിർന്ന മന്ത്രിമാർ എന്നിവർ നടത്തിയ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ പറഞ്ഞത്. താൻ അറ്റ്ലാന്റിക് മാഗസിന്റെ ആരാധകനല്ലെന്നും തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നും ട്രംപ് ആവർത്തിച്ചു. ഒടുവിൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിന് ഒരു പ്രസ്താവന പുറത്തിറക്കേണ്ടി വന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് ഉൾപ്പെടെയുള്ള തന്റെ ദേശീയ സുരക്ഷാ സംഘത്തിൽ പ്രസിഡന്റ് ട്രംപിന് ഇപ്പോഴും തികഞ്ഞ വിശ്വാസമുണ്ടെന്ന്. അത്രയ്ക്ക് വരുത്തി കാര്യങ്ങൾ. ഏതാണ്ട് 20 രാജ്യങ്ങൾ അംഗമായ ഹൂതികൾക്കെതിരായ സമുദ്ര ആക്രമണ പദ്ധതികളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ആഗോള ഷിപ്പിംഗ് റൂട്ടിൽ ഹൗതി സംഘത്തിന്റെ ഭീഷണി എങ്ങനെ US അടിച്ചമർത്താം എന്നതിന് യൂറോപ്പിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള സമീപനമടക്കം സംഭാഷണങ്ങൾ പെടുന്നുണ്ട്. US സൈന്യത്തിൽ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ തലത്തിലെ ചർച്ചകളും രഹസ്യാന്വേഷണ സേവനങ്ങളും രഹസ്യ വിവരങ്ങളുടെ ആശയവിനിമയത്തിനുമൊക്കെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. എന്നിട്ടും സിഗ്നൽ എന്ന വാണിജ്യ കോൾ ചാറ്റാണ് ഈ ചർച്ചകൾക്കായി മുതിർന്ന മന്ത്രിമാർ ഉപയോഗിച്ചത്. ഹൂതികൾക്കെതിരെയും യമനിലും എന്തൊക്കെ ആക്രമണ പരിപാടികൾ സംഘടിപ്പിക്കാമെന്നും അവ എത്രത്തോളം ഫലപ്രദമാകുമെന്നും മറ്റ് അംഗരാജ്യങ്ങൾ എങ്ങനെയൊക്കെ അമേരിക്കയെ ഈ ആക്രമണത്തിൽ സഹായിക്കണമെന്നുമൊക്കെ ചർച്ചകളിൽ ശ്രദ്ധേയമായുണ്ട്. ഇതെല്ലാം ഇതേ സിഗ്നൽ ഗ്രൂപ്പിൽ അംഗമായിരുന്ന അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബർഗ് തന്റെ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലാകെ 18 അംഗങ്ങളുള്ളത് ട്രംപും ക്യാബിനറ്റ് അംഗങ്ങളും ഇതിൽപ്പെടുമെന്നും ജെഫ്രി ഗോൾഡ്ബർഗ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം തന്റെ ലേഖനത്തിൽ നിന്നും അമേരിക്കയുമായി ബന്ധപ്പെട്ട അതിസെൻസിറ്റീവായ കാര്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഗോൾഡ്ബർഗ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. അതിൽ ഒരു മുതിർന്ന CIA ഉദ്യോഗസ്ഥന്റെ വിവരങ്ങളും നിലവിലെ പ്രവർത്തന വിശദാംശങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതൊന്നും താൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് ഗോൾഡ്ബർഗ് പറയുന്നത്. എന്തായാലും വൈറ്റ് ഹൗസ് ഈ സംഭവത്തെ വളരെ നിർണായകമായൊരു സുരക്ഷാ വീഴ്ചയാണ് കണക്കിലെടുത്തിരിക്കുന്നത്. സ്വന്തം സുരക്ഷാ ടീമിനെ തള്ളിപ്പറയാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ലെങ്കിലും ഇതേപ്പറ്റി ഉന്നതതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.